സ്ക്വിഡ് ഗെയിം സീസൺ 2 സീസൺ 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ച് തന്നെയാണ് സീസൺ 2 എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു സീസണിന്റെ സ്റ്റോറി ടെല്ലിംഗ് ആയാലും പ്രസന്റേഷൻ ആയാലും ആ ഒരു എൻഗേജിങ് എലമെന്റ്സ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ലാസ്റ്റ് എപ്പിസോഡ് വരെ വളരെ എൻഗേജിംഗ് ആയിട്ടാണ് ആ ഒരു എൻറ്റയർ എപ്പിസോഡ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ഒരു സീസൺ 1 കണ്ട ഒരു പ്രസന്റേഷൻ ഉണ്ടല്ലോ, ഒരുപാട് ഗെയിംസിന് ഇടയ്ക്ക് നടക്കുന്ന ഇവന്റ്സും. സോ അങ്ങനെയല്ല, ഒരുപാട് ഡിഫറെന്റ് ഉണ്ട് സീസൺ 2 വരുമ്പോൾ. ആ ഒരു കാര്യം മൈൻഡ് വെച്ച് പോവുക. കാരണം ഇതിൽ ഗെയിംസ് ഇല്ല എന്നല്ല, പക്ഷെ ഗെയിംസും ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്. ഈ ഒരു സീസണിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ സീസൺ 1 കണ്ട ഒരു പ്ലെയർ ഉണ്ടല്ലോ, ഒരു ഗെയിം വിൻ ചെയ്ത. സോ പുള്ളിക്കാരൻ വിൻ ചെയ്തതിനു ശേഷം പുള്ളിക്കാരൻ നന്നായിട്ട് അറിയാം ആ ഒരു ക്യാഷ് എന്ന് പറയുന്നത് തന്റെ മാത്രമല്ല, തന്റെ കൂടെ ഗെയിം കളിക്കാൻ വന്ന് മരിച്ച ഒരുപാട് പേരുടെ ക്യാഷും കൂടിയാണ്. സോ പിന്നീട് ആ ഒരു ഗെയിം നടത്തുന്നവരടുത്തുള്ള റിവെഞ്ച് ആയിട്ട് താൻ ആ ഒരു ഗെയിമിലോട്ട് തിരിച്ചു പോവുകയും അവിടെ പോയി ഒരു ടീം ഫോം ചെയ്ത് അല്ലെങ്കിൽ അവിടെ ഗെയിം കളിക്കുന്ന എല്ലാവരുടെ പറഞ്ഞ് മനസ്സിലാക്കും ഇവിടുത്തെ ഗെയിം പ്ലേ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ സർവേ ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഗെയിം കളിക്കുന്ന എല്ലാവരും എങ്ങനെ രക്ഷപ്പെടുന്നതാണ് ഈ ഒരു സീരീസ് സംസാരിക്കുന്നത്. ആൻഡ് ഈ ഒരു കണ്ടന്റിന്റെ പ്രസന്റേഷൻ ഉണ്ടല്ലോ, അതെനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെടുന്നു. നല്ല അടിപൊളിയായിട്ടാണ് ഒരു പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു റിപ്പീറ്റേഷൻ ഇല്ല. നമ്മളിപ്പോൾ സീസൺ 2 എന്ന് പറയുമ്പോൾ സീസൺ 1 പോലെ ഒരുപാട് ഗെയിംസ്, ഒരുപാട് പ്ലേയേഴ്സ്, പിന്നെ ഗെയിംസ് നടക്കുന്ന ഇവന്റ്സ് അങ്ങനെയല്ല. ഡിഫറെന്റ് ആയിട്ട് ആ ഒരു ക്യാരക്ടർ തിരിച്ചു വന്നതിന് ശേഷം അവിടെ നടക്കുന്ന കുറച്ച് ഇവന്റ്സും ആ ഒരു ഗെയിമിന്റെ അത് നടക്കുന്ന കുറച്ച് ചേഞ്ചസും, സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ നൈസ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഇതിന്റെ കൂടെ തന്നെ പാരലായിട്ട് വേറെ കുറച്ച് ഇവന്റ്സും കൂടി നടക്കുന്നുണ്ട് ഗെയിമിന്റെ പുറത്ത്. അതായത് ഈ ഒരു പ്ലെയർ ഉണ്ടല്ലോ ഗെയിം വിൻ ചെയ്ത്, അയാൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു ടീം ഫോം ചെയ്ത് ഈ ഒരു ഗെയിം നടത്തുന്നവരൊക്കെ പിടിക്കാനായിട്ട്. സോ ഇയാൾ ആ ഒരു ഗെയിമിലോട്ട് തിരിച്ചു വന്നെങ്കിലും ആ ഒരു ടീം പുറത്ത് ഇപ്പോഴും ഉണ്ട്, ഈ ഒരു ഐലൻഡും അല്ലെങ്കിൽ ഈ ഗെയിം നടത്തുന്നവരൊക്കെ പിടിക്കാനായിട്ട്. അത് പാരലായിട്ട് ഈ രണ്ട് ഇവന്റ്സും നല്ല അടിപൊളിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിന്റെ കൂടെ തന്നെ ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസും ഒരുപാട് എൻഗേജിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ ഉണ്ട്. ട്വിസ്റ്റ് ആൻഡ് ടേൺസ് കുറച്ച് നൈസ് ആണ്. അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ക്യാരക്ടറൊക്കെ വരുന്നുണ്ട്, അതൊക്കെ കുറച്ച് കിടിലാണ്. ആൻഡ് ആ ഒരു ഗെയിംസ് ആയാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ സീസൺ 1 ഒരുപാട് ഗെയിംസ് കണ്ടു, പക്ഷെ ഇവിടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്രയും ഗെയിംസ് ഒന്നും ഇല്ല. പക്ഷെ ഉള്ള ഗെയിംസ് നല്ല അടിപൊളിയായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഗെയിം നമ്മൾ ആ ഒരു സീസൺ 1 കണ്ടതുപോലെ മറ്റേ റെഡ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് ഡോള് തിരിച്ച് നിൽക്കുന്നതും അതൊക്കെ തന്നെയാണ്. പക്ഷെ പിന്നീടുള്ള രണ്ട് ഗെയിംസും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഗെയിംസ് ആണ്. അത് നല്ല എൻഗേജിംഗ് ആണ് ആ ഒരു സീക്വൻസ് ഒക്കെ കാണാനായിട്ട്. ആൻഡ് ആ ഒരു സീക്വൻസിന്റെ പ്രസന്റേഷൻ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഒരിക്കലും സീസൺ 1 ഒരു സ്റ്റോറി ടെല്ലിംഗ് പ്രസന്റേഷൻ മൈൻഡ് വെച്ച് സീസൺ 2 അപ്രോച്ച് ചെയ്തത് അങ്ങനെയല്ല. ഒരുപാട് ഡിഫറെന്റ് ഉണ്ട്. ഇപ്പൊ ഗെയിംസ് നോക്കുവാണെങ്കിൽ തന്നെ ഒരുപാട് ഗെയിംസ്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു സീസൺ 1. ഇവിടെ വരുമ്പോൾ ഗെയിംസ് വളരെ കുറവാണ്. പിന്നെ ക്യാരക്ടേഴ്സിന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് സീസൺ 1 ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ അടുത്ത് ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടി. ഇവിടെ ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ അത്രത്തോളം നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് പുതിയ ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിലും നമ്മൾ സീസൺ 1 കണ്ടപ്പോൾ കിട്ടിയ കുറച്ച് ക്യാരക്ടേഴ്സിന്റെ ഒരു ഇമോഷണൽ കണക്ഷനും അവരുടെ അടുത്തുള്ള ഒരു അറ്റാച്ച്മെന്റ് ഒന്നും നമുക്ക് ഇവിടെ അധികം ഒന്നും കിട്ടുന്നില്ല. നല്ല കുറച്ച് നൈസ് ക്യാരക്ടേഴ്സ് ഉണ്ട്, നല്ല കുറച്ച് മൊമെന്റ്സ് ഉണ്ടെങ്കിലും ആ ഒരു ഫസ്റ്റ് പാർട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടർ കെമിസ്ട്രി എനിക്ക് അത്രയ്ക്ക് അങ്ങ് അധികം വർക്ക് ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ആൻഡ് ഈ ഒരു സീസണിന്റെ ഫൈനൽ എപ്പിസോഡ് നല്ല അടിപൊളിയായിട്ടാണ് അവർ എൻഡ് ചെയ്തിരിക്കുന്നത്. നല്ല ഒരു കിടിലൻ ക്ലിഫ് ഹാങ്ങർ പോയിന്റിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ആ ഒരു ഗെയിമിന്റെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. അല്ല അതിനുശേഷം ചെറിയൊരു ഗ്ലിംസ് സീൻ കാണിക്കുന്നുണ്ട്, ഒരു 2-3 സെക്കൻഡ് ഒക്കെ. ആൻഡ് ഈ ഒരു എൻറ്റയർ സീസൺ ഇവിടെ കൊണ്ട് തീരുന്നില്ല, ഇനി ഒരു സീസണും കൂടി ഉണ്ട്. ടോട്ടലായിട്ട് ഒരു 3 സീസണിലൂടെ സ്ക്വിഡ് ഗെയിം തീരും. അത് നെക്സ്റ്റ് ഇയർ വരുന്നുണ്ട്. ഓൾറെഡി ഷൂട്ടും പരിപാടിയൊക്കെ തീർന്നു, അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ നടക്കുവാണ്. എന്നെ സംബന്ധിച്ചോളം സീസൺ 2 എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു എൻഗേജിംഗ് ആയിട്ടുള്ള സീസൺ തന്നെയാണ്. സീസൺ 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ഗെയിംസും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇമോഷൻസ് ഒന്നും ഇല്ലെങ്കിലും ഇതിന്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയാലും ആ ഒരു എൻഗേജിംഗ് ഫാക്ടർ ആയാലും എല്ലാം നൈസ് ആയിട്ടാണ് ഇവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് എസ്പെഷ്യലി ആ ഒരു എൻഡിങ് ആയാൽ പോലും നല്ല അടിപൊളിയായിരുന്നു. ആ ഒരു ക്യാരക്ടേഴ്സും അവിടുത്തെ ഇവന്റ്സും ആൻഡ് മെയിൻലി ആ ഒരു എൻറ്റയർ സീസണിൽ പല ഇവന്റ്സും നല്ല എൻഗേജിംഗ് ആയിരുന്നു. ഓരോ എപ്പിസോഡ് കഴിയുന്നതോറും പല ഇവന്റ്സ് ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് തന്നെ വരുന്നുണ്ടായിരുന്നു. കാരണം ഓൾറെഡി ഒരു പ്ലെയർ ഇവിടെ ഗെയിം വിളിച്ചിട്ട് പോയതാണ്. സോ അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രിഡിക്ട് ചെയ്യാൻ പറ്റും, അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. സോ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്യാരക്ടർ വരുന്നു പറഞ്ഞില്ലേ, സോ അതിനുശേഷം നടക്കുന്ന കുറെ ഇവന്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു എൻഗേജിംഗ് ഫീല് എൻറ്റയർ സീസണിൽ അവർ നിലനിർത്തി തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഇടയ്ക്ക് ചില ഏരിയാസിൽ ചെറുതായിട്ടും ഡ്രോപ്പ് ആവണമെങ്കിലും ബാക്കിയുള്ള എല്ലാ ഏരിയാസിലും നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എന്തായാലും ഒരുപാട് വെയിറ്റിംഗ് ആണ് സീസൺ 3 കാണാനായിട്ട്. അത്ര കിടിലായിട്ടാണ് അതിന്റെ ഒരു എൻഡിങ് വന്നിരിക്കുന്നത്. സീസൺ 1 കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സീസൺ 2 ഇഷ്ടപ്പെടും. സോ എന്തായാലും കണ്ടു നോക്കുക. സീസൺ 1 ഒരുപാട് ഗെയിംസും ഓരോ എപ്പിസോഡ് കഴിയുന്നതോറും ഓരോ ഗെയിംസും ആൾക്കാർ കുറഞ്ഞു വരും. ആൻഡ് ഫൈനലിൽ ഗെയിം എൻഡ് ചെയ്യും. പക്ഷെ ഇവിടെ വരുമ്പോൾ അതിനുശേഷം നടക്കുന്ന കുറച്ച് ഇവന്റ്സ് ആണ് സംസാരിക്കുന്നത്. സോ ആ ഒരു മൈൻഡ് സെറ്റ് വെച്ച് കാണുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.